നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട സുമുഹൂർത്തമാം സ്വസ്തി എന്ന നൃത്തം, ഇത് അവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ടോ? സസ്പെൻസ് ആണ് കേട്ടോ, അപ്പൊ പൊളിക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നിത്യതിയുടെ ഓൺലൈൻ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കും നൃത്തം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നൃത്തം സ്പോൺസർ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പോൾ ഈ നൃത്തത്തിൽ നമുക്ക് ജനമോളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനമോൾക്ക് പെട്ടെന്ന് പനി വന്നതിനാൽ ജനമോളെ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റി രാമനാക്കി അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തുക. മെയിൻ ക്യാരക്ടറെ ഒരിടത്ത് ചുമ്മാ നിന്നാ മതി. അപ്പോൾ പെട്ടെന്ന് കൊണ്ട് ആ പോർഷൻസ് കൂടെ നമ്മുടെ മക്കളെ പഠിച്ചെടുത്ത് ഏതാണ്ട് ഒരു മണിക്കൂർ ടൈമിംഗ് കൂട്ടാലോ, 1 മണിക്കൂർ സമയത്തല്ല. ജനയുടെ ഒരു 10 മിനിറ്റ് പോലും കിട്ടിയില്ല, അറിയാം. 10-15 മിനിറ്റ് അത്രയും കൂട്ടാം. എന്നാലും നമുക്ക് നോക്കാം. ജനമോളുടെ വയ്യായിക കാരണം പെട്ടെന്നെല്ലാം ചെയ്യേണ്ടി വന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആവശ്യപ്പെട്ട ഒന്നാണ് സുമുഹൂർത്തമാം സ്വസ്തി. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയാണ് ചേച്ചി തുടക്കം. ഓക്കെ. ജനേ മോള് ബാക്കിലോട്ട് വന്നാ മതിയേ, ഇടി കൊള്ളണ്ട. റെഡി? അപ്പൊ ഭാരത നടനത്തിൽ നമുക്ക് സുമുഹൂർത്തമാം സ്വസ്തി എന്ന ഈ ഗാനം നൃത്തത്തിൽ കാണാം. ഈ പെൺകുട്ടികളുടെ റെഡി, സ്റ്റാർട്ട്. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ, ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം കീഴൊടിയും മംഗളതുണ്ടുകീനാദവുമാ മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലീയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോട്ടുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു. കോസല രാജകുമാര.
എന്നീ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്ന മാത്താണ്ട പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയാ അമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിന്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം ദം ദദയഗാനനം ദനം ദദയഗഗ ആനന്ദനം ദം ദനം ദദയഗാനനം ദം ദനം ദ ആനന്ദനം ദദയഗഗ ആനന്ദനം ദനം ദദയഗ ആനന്ദം ദം ദനം ആനന്ദം ദനം ദ ആനന്ദനം ദം ദദയഗ ആനന്ദനം ദം ദദയഗ ആനന്ദം ദ ആനന്ദം ദ. അപ്പോൾ മക്കളെ കൃത്യം 1 മണിക്കൂറത്തെ പ്രാക്ടീസിൽ നിങ്ങൾ നിത്യതി മക്കള് സുമുഹൂർത്തമാ സ്വസ്തി എന്ന ഈ ഗാനം കൊറിയോഗ്രാഫി ചെയ്തു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായമൊക്കെ അറിയിക്കട്ടെ. നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സിനും നിങ്ങളുടെ നൃത്തം സ്പോൺസർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന പോണ്ട ഇപ്പോൾ തളർന്നു നിൽക്കുക വാട്സപ്പ് നമ്പറിലേക്ക് താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യുക. അതൊക്കെ പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? മീനാക്ഷി മോള് പറഞ്ഞോ. നല്ലതായിരുന്നു ചേച്ചി, ഞാൻ നന്നായിട്ടാ ചെയ്തത്. പിന്നെ ഞാൻ ഈ പാട്ട് അധികം വലുതായിട്ട് ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടില്ല, അപ്പൊ ഇപ്പൊ നല്ല കണക്ക് ഫീൽ ചെയ്യുന്നു ഈ പാട്ട് കേട്ടപ്പോ. ശരിക്കും ആ സിനിമയിൽ തന്നെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഭയങ്കരമായ ഒരു അത് കാണുമ്പോ നല്ല കാഴ്ചപ്പാട് അതില് എത്തുന്നുണ്ട്. ആ സിനിമയുടെ ഒരു നല്ലൊരു ഫിലിമാണ് കമലദളം. ഓക്കെ, മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനി അവര് പറയട്ടെ. തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? നല്ലായിരുന്നു. പതിവ് പോലെ ഞാനിങ്ങനെ തിളച്ചു മറിഞ്ഞ് ടെൻഷൻ അടിച്ച് കയ്യൊക്കെ വിറച്ച് നിൽക്കുവാണ്. ഒരിടത്ത് ഞാൻ മുദ്ര വെക്കാൻ മറന്നുപോയി. രത്നഗർഭയാം അമ്മ, അവിടെ രത്നം കാണിക്കാൻ വെക്കാൻ മറന്നുപോയി. അയ്യോ, മുദ്ര ശ്രദ്ധിക്കണം. അപ്പൊ മുദ്ര മറന്നുപോയി, അതേ പറ്റിയുള്ളൂ. അല്ലാതെ മാക്സിമം
ചെയ്ത്. പിന്നെ ഞാൻ ചെയ്തത് കൂടുതൽ ഇങ്ങനെ ഓടി നടന്നിട്ടുള്ള രീതിയിൽ, അപ്പൊ ഈ ക്യാമറയ്ക്കകത്ത് വരുന്ന രീതിയിൽ അപ്പൊ ഒതുക്കി ചെയ്തപ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ പിടിച്ചു വെച്ച പോലെ. അതെപ്പോഴും ശ്രദ്ധിക്കണ്ടേ. ഞാൻ പക്ഷേ പാട്ട് കേട്ടെങ്കിൽ ലയിച്ചപ്പോ അങ്ങ് ഓടുക സങ്കടം വന്നിട്ട്. അങ്ങനത്തെ സ്റ്റെപ്സ് ആണ് ഇട്ട. അപ്പൊ അത് ബേസുള്ള കൂടെ ഓടാൻ. ആ നമ്മുടെ നോക്കട്ടെ രാമൻ പാവം, അവള് പഠിച്ചെല്ലാം കൊറിയോഗ്രാഫി ചെയ്ത് നന്നായി വന്നപ്പോൾ പനി കാരണം ഒരിടത്തേക്ക് ഒതുങ്ങേണ്ടി വന്നു. അല്ല, അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് കാല് വെക്കുന്ന സ്റ്റെപ്സ് കാണാൻ അവസരം നഷ്ടപ്പെട്ടു പോയി. അതെ, കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ജന? ചേച്ചി നോക്കണം എല്ലാ സ്പോട്ട്. നിങ്ങൾ കണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ കളിച്ചത്? കറങ്ങിയൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അനാമിക പോണ ദിക്കിലേക്ക് അതേപോലെ ഒഴുകിയൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് വേറൊരു സ്റ്റെപ്പായിരുന്നു. ഞാൻ പൊക്കിയിട്ടിരുന്ന് ചാടി കറങ്ങി വന്നു. അതാണ് മീൻസ് കൂടെ ചെയ്ത കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്തവൾ. ചാടിയിട്ട് പൊക്കേണ്ടായിരുന്നു. അപ്പുറത്തേക്ക് എനിക്ക് അങ്ങോട്ടാണ് കാര്യം ചേച്ചി, ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് 2 പൊസിഷനാണ് ഞാൻ ആദ്യം രാമൻ വന്നപ്പോ എന്നോട് ഇവിടെ കയറണം, അവിടെ എവിടെ കേറണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേറ്റണ്ടായിരുന്നു അല്ലേ? എല്ലായിടത്തും കയറി. എങ്ങനെ നന്നായിട്ട് ചെയ്തു. നല്ലായിരുന്നു. എന്റെ നല്ലതായിരുന്നു ചേച്ചി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണിത്. പിന്നെ ചേച്ചി ഇത് മുന്നേ സ്റ്റേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് ഒരു തവണ കളിക്കാൻ പറ്റുമായിരുന്നു. അത് ഒരു പക്ഷെ അന്ന് എനിക്ക് 8 വർഷം മുമ്പല്ലേ? അത് പക്ഷെ 2 പേരായിട്ട്. ആര്? അയ്യോ, അതിലെ രാമനാണ് ഈ നിക്കുന്നത്. സീത ഞാനായിരുന്നു. പെട്ടെന്ന് ഓടിക്കേറിയ അനാമിക അന്ന് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. മറ്റേ ആൾക്ക് വയ്യാതായിപ്പോയി അവിടെ വെച്ച്. അന്നാണ് ഞാൻ ശരിക്കും ഈ പാട്ട് ഉൾക്കൊണ്ട് രാമനായത്. കാരണം ശ്രീലക്ഷ്മി അറിയാവുന്ന സ്റ്റെപ്പ് ഞാൻ കൈ നിട്ടും കളിക്കും. അപ്പൊ ശ്രീലക്ഷ്മി ഡൗട്ട് ഞാൻ കളിക്കുന്നതാണ് തെറ്റ്, ഇവള് കളിക്കുന്നത്. അതെ, സീത ഒരു പോക്ക്. ഞാൻ രാമൻ രാമൻ ഒരു രീതിയും സീതയ്ക്ക് ഒരു രീതിയിലായിരുന്നു. വേദിയുടെ രീതി പഠിപ്പിച്ചില്ലേ? അതുപോലെ അന്ന് എനിക്ക് വേണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ജാനകി ആവായിരുന്നു. അല്ല മക്കളെ, ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത് രാമനും അത് സീതയും. നോക്കട്ടെ, വളർന്നു, ശ്രീലക്ഷ്മി മാത്രം ഇങ്ങനെ ആയിപ്പോയി. അതെ. പിന്നെ എനിക്ക് ലാസ്റ്റ് ഇച്ചിരി സ്റ്റാമിന പിടിച്ച്, അല്ലാണ്ട് ഞാൻ നന്നായിട്ടാ ചെയ്ത്, തെറ്റിച്ചൊന്നുമില്ല. ഓക്കെ, എല്ലാവരും നമ്മുടെ അഭിരാമി മോള് ജസ്റ്റ് ഒന്ന് കാല് ഉയർത്തുമ്പോഴേ അങ്ങ് പൊങ്ങിപ്പോകാരി. അഭിരാമി മോൾക്ക് ആൾറെഡി ഹൈറ്റ് ഉണ്ടേ. ഓക്കെ, പറഞ്ഞോ അനാമിക മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്ത്, നല്ലതായിട്ട് ചെയ്ത്, ഒരുപാട് നന്നായിട്ട് ചെയ്തു. ഒന്നും പറയാനില്ല. പക്ഷെ എല്ലാവരുടെയും എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സൈഡിൽ നിന്ന് ഞാനിങ്ങനെ അയ്യോ എന്ത് ഭംഗിയായിട്ട് കളിക്കുന്ന, അത്ര നന്നായിട്ട് എല്ലാവരും കളിച്ചു. 1 മണിക്കൂർ ടൈമിങ്ങിൽ ഇത് ആ ഒരു ടൈം കിട്ടിയതിൻ്റെതായിട്ടുള്ള ഒരു നല്ലതുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 7-8 പേര് പുറത്ത് ചോദിച്ച ഒരു സോങ് ആണിത്. അപ്പം നമ്മൾ അവർക്കെല്ലാം വേണ്ടിയിട്ടായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കൂട്ടുകാരെല്ലാം അതിനെ ബേസുള്ള അഭിപ്രായം അറിയിക്കട്ടെ. എത്ര മനോഹരമായിട്ട് ചെയ്തൊരിതാണ്. ഭാരതനണ്ണത്തിൽ എങ്ങനെ നിങ്ങൾ ഇത് കൊറിയോഗ്രാഫി ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളത് കൂട്ടുകാരെ അറിയിക്കട്ടെ. അപ്പം നമ്മുടെ നിത്യതിയിലെ അധ്യാപകരും കൂടെ ആയതുകൊണ്ട് നിങ്ങളും ആ ഒരു ടൈമിങ്ങിൽ അത് പഠിച്ചെടുത്ത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ മനസ്സിലാർത്തണമല്ലോ. ഇതൊക്കെ ഡയലോഗ് അടിക്കുന്നു, മിക്കവാറും കമന്റ് വരുമ്പോൾ ഞാൻ കരയും. അയ്യോ, ഓക്കെ, ശരി. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞോ കൂട്ടുകാരോട്. അയ്യോ സോറി മക്കളെ, സോറി. അയ്യോ കരയരുത്. ശ്രീലക്ഷ്മി മോളെ എങ്ങനെയുണ്ടായിരുന്നു? ശ്രീലക്ഷ്മി ഫാൻസ് ഇപ്പൊ അടി ഉണ്ടാക്കും. ചേച്ചിക്കുള്ള അടി ഉറപ്പായി. അതെന്തായാലും ഏതെങ്കിലും വശത്തൊന്ന് കിട്ടും. പറഞ്ഞോ. ഇതിൽ ഞാൻ ഒന്നും തെറ്റിച്ചിട്ടില്ല. ഓ നോ, നല്ലൊരു ക്ലാസ് കൊടുക്കൂ. അതെ, അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല. കാരണം ഇതിനകത്ത് എനിക്ക് വലുതായിട്ട് അടവുകളൊന്നുമില്ല. ആകെ ഒരു പോർഷൻ അതുകൊണ്ട് ബാക്കിയുള്ള സങ്കടമായിരുന്നു. അതുകൊണ്ട് ഒന്നും തെറ്റിച്ചിട്ടില്ല. ശ്രീലക്ഷ്മി മോൾക്ക് സമയത്തിൻ്റെതായ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മകളാണ്. ഓക്കെ, അത് നമുക്ക് കൂട്ടുകാരോട് ദുഃഖമായി പറഞ്ഞുകൊണ്ട് വീണ്ടും ടാറ്റ പറഞ്ഞോ. ഓക്കെ, ഇത്ര നേരം കൊണ്ട് നിൽക്കുന്ന ആകെ പുഷ്കൂന മാത്രം മതി.